അവനെങ്ങോട്ട് ഓടാ, അവനെ അടിച്ചു ഇറങ്ങി ഓടാ. അവിടെ ഇരുത്തേ, അവനെ അവിടെ ഇരുത്തേ. തല പൊട്ടിയിട്ടുണ്ട്. ഞാലിയാകുഴി 12-ാം കുഴിക്ക് സമീപം മോഷണശ്രമത്തിനിടയിൽ ബംഗാളി കിണറ്റിൽ വീണു. 12-ാം കുഴിക്ക് സമീപം ഞാലിയാകുഴിയിൽ എന്ന വീട്ടുപേരുള്ള ഷാജിയുടെ അനിയൻ ഷിബുവിൻ്റെ വീടാണ് ഇവിടെ പുതുതായിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മോഷണശ്രമത്തിന് വേണ്ടിയാണ് ബംഗാളി കയറിയത്. 2-ാം നിലയിലെ അവിടെ ആരോ നിൽക്കുന്ന കണ്ട് തൊട്ട് അയൽവാസി ആരാന്ന് ഒച്ച വെച്ചപ്പോഴത്തേനാണ് അവൻ അവിടുന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങിയ വഴിക്കാണ് കിണറ്റിലേക്ക് പോയത്. കോട്ടയത്തു നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും വാകത്താനം പോലീസും ചേർന്നാണ് കള്ളനെ കിണറ്റിൽ നിന്ന് മുകളിലേക്ക് എടുത്തത്. വലിയ ആഴമുള്ള കിണറ്റാണ്. തലയ്ക്കെന്തോ ചെറിയ പരിക്കേണ്ടവന് പറ്റിയിട്ടുണ്ട്. ഞാലിയാഴി പരിസരങ്ങളിലൊക്കെ ബംഗാളികളെ കൊണ്ട് നാട്ടുകാർ പൊറുതി മുട്ടി നിൽക്കുകയാണ്. പണിയില്ലാത്ത സമയങ്ങളിൽ ഇവന്മാർ മോഷണമാണ് പരിപാടി. ഇവനെ പല സ്ഥലത്തു നിന്ന് ഇതുപോലെ തന്നെ വീട് പണി നടക്കുന്നിടത്തു നിന്നെല്ലാം കമ്പിയും അടക്കം പല സാധനങ്ങളും മോഷണം പോകുന്നുണ്ട്. ഇവന്മാരൊക്കെ ആയിരിക്കും ഇതിന് പിന്നിൽ. ഇവൻ്റെ ഫോട്ടോ കാണിച്ചേക്കാം. ഇവനെ ഇതുപോലെയൊക്കെ ഉള്ളവനെയൊക്കെ എല്ലാം ഒരേ രൂപസാദൃശ്യമുള്ളതുകൊണ്ട് ഇവനൊന്നും തിരിച്ചറിയാനും വലിയ പാടാണ്. വാകത്താനത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഒരു രേഖകളുമില്ലാതെ പലയിടത്തും താമസിക്കുന്നുണ്ട്. പോലീസിന് ഏറ്റവും വലിയ തലവേദനയാണിത്. ഒരാൾ നാട്ടിലേക്ക് പോകുമ്പോൾ തന്നെ അവിടുന്ന് 10 പേരെ ആയിട്ടാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഇവനൊക്കെ ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. സ്വന്തം നാട്ടിൽ പോലും നിൽക്കാൻ പറ്റുവരാത്തവനൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമ്മുടെയൊക്കെ ഇവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മിക്ക മോഷണത്തിൻ്റെ പിന്നിലും കൊലപാതകങ്ങൾക്ക് പിന്നിലും ബംഗാളികളാണ്. നമ്മളിത് എത്രയോ വട്ടം വാർത്തകളിലൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇതിനൊരു നിയന്ത്രണം വരുത്താൻ ഇതുവരെ അധികാരികളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ കഷ്ടമാണ്. ഇവിടുത്തെ പുള്ളിക്കാരൻ കണ്ടി നോക്കി പറഞ്ഞാൽ ഗണ്ടിലോട്ടാ പോയത്. ശരിയാണ്. അതുകൊണ്ട് അവനെ കണ്ട, അല്ലെങ്കിൽ നല്ല ആളാണല്ലോ. ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഞാൻ ഞാലിയാവഴിക്ക് പോകുന്ന സമയത്ത് സങ്കടകരമായ ഒരു കാര്യം കണ്ട്. കൈതേപ്പാലത്തിന് സമീപം പന്നിക്കോട്ട് പാലത്തിൻ്റെ അവിടെ ഈ റോഡ് വളരെയേറെ മോശമായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ അടുത്ത കാലത്ത് മെയിൻ്റനൻസ് ആണല്ലേ, ബ്ലഡ് എല്ലാം പോയിട്ടുണ്ടല്ലോ. ഇവിടുത്തെ റോഡിലെ കുഴി വീണ് കാലിന് പരിക്ക് പറ്റിയ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല, ഇരുട്ടായതുകൊണ്ട്. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് പരിയാരത്തുള്ള ചക്കിഞ്ചിറ താമസിക്കുന്ന അജിയുടെ ചേട്ടനാണ്. അപ്പോൾ അവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇവിടെ അതുപോലെ ദുർഘടം പിടിച്ചത് കണ്ടോ, വണ്ടിയുടെയൊക്കെ അടി വരെ ഇടിക്കുകയാണ്. ഇതൊന്നും PWD കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല.